എല്ലാ വർഷവും ഇടാൻ പറ്റാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇടണം എന്നെൻ്റെ ഒരു ആഗ്രഹമാണ്. അത് നടക്കുന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അത് നടക്കുന്നു. പിന്നെ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മുഖമാവുന്നു. നിങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് മുഖം വരുന്നത്. പൊങ്കാലയുണ്ട്, തെരളി, മണ്ടപ്പുറ്റ് എല്ലാം ഉണ്ട്. ഇന്നലെ ഒന്ന് പോയി. ഇനി അറിയില്ല എങ്ങനെയാണെന്ന്. തിരക്കല്ലേ, നല്ല തിരക്കല്ലേ. അപ്പോൾ പറ്റുമെങ്കിൽ പോകണം എന്നുണ്ട്. നോക്കാം എങ്ങനെയാണ്. ഇടയ്ക്ക് മുടങ്ങിയായിരുന്നു. ഒരു 1-2 വർഷം മുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുറേ വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഷൂട്ടുണ്ട്. ഞാൻ വാനമ്പാടി ചെയ്യുക, ചിപ്പി പ്രൊഡ്യൂസ് ചെയ്യണ വാനമ്പാടി ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഇടാൻ പറ്റുമെന്നൊരു ഇന്നലെ ഒരു വൈകുന്നേരം വരെയൊന്നും വലിയ ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ എത്തിച്ചപ്പം ഈ സെയിം അല്ലേ സ്ഥലം തന്നെ എപ്പോൾ വന്നാലും ഇടുന്ന സ്ഥലം തന്നെ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു ഭയങ്കര സന്തോഷത്തിലിരിക്കുക. ഇപ്പോൾ ഇതെൻ്റെ 6ാമത്തെ വർഷമാണ് പൊങ്കാല ഇടുന്നത്. ഇടയ്ക്ക് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും കഴിവതും എല്ലാ വർഷവും വരാൻ ശ്രമിക്കാറുണ്ട്. എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും, പിന്നെ ഇങ്ങോട്ട് വരും. ഇപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് ഇപ്പോൾ 2 വർഷമായി ഇപ്പോൾ ഇവിടെ തന്നെ ഇടുന്നത്. അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് ആ സമയമാകുമ്പോൾ നമ്മൾ വെളുപ്പിനെ ഇങ്ങോട്ട് പോരും. ഇന്ന് ശർക്കര പായസം പൊങ്കാല. വീട്ടിൽ നിന്ന് അമ്മയുണ്ട്, എൻ്റെ ഫ്രണ്ട് സരിക പിന്നെ അറിയാലോ. ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് ഇത്തവണ ഇടാൻ പറ്റിയില്ല. കാരണം ഞാൻ ഇത്ര അടുത്ത് ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇത്ര അടുത്തിരുന്നത്. ശരിക്കും ഞാൻ ദൂര സ്ഥലങ്ങളിലാണ്, കുറേ ദൂരമുള്ള സ്ഥലങ്ങളിലാണ് ഇട്ടത്. അപ്പോൾ എന്തായാലും കൃഷ്ണപ്രഭേൻ്റെ കൂടെ ആയതുകൊണ്ട് ഇവിടെ ഇടാൻ പറ്റി. ദേവീൻ്റെ അനുഗ്രഹം ഉണ്ടായി. 13 വർഷമായി നിരന്തരം പൊങ്കാലയിടുന്നു. പൊങ്കാലയിടുന്നതൊരു ഹരമാണ്. ദേവിയോടുള്ള ആ ഒരു ഭക്തി നമ്മളെങ്ങനെ അറിയിക്കണം, എങ്ങനെ ദേവിയോട് പ്രത്യുപകാരം ചെയ്യണം, അതിനു വേണ്ടിയാണ് ഇവിടെ വളരെ ദൂരത്തുനിന്ന്. ഞാൻ ഇപ്രാവശ്യം കണ്ണൂരായിരുന്നു ഇന്നലെ വരെ. അവിടുന്ന് ഓടി വന്ന് ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു. സമയമായി വരുന്നു. എൻ്റെ മോനാണ് രഞ്ജിത്ത് രാജ്, ഓട്ടോഗ്രാഫ് സീരിയലിലെ. അവനൊപ്പം സിനിമയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ പൊങ്കാല ഇടാൻ വരുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗൗരിയിൽ പഴയ സുഹൃത്തുക്കളെല്ലാം കാണാൻ പറ്റും. ഒരു വർഷത്തിലൊരിക്കൽ ഇവിടെ വരുന്നവരൊക്കെ ഉണ്ട്, അമേരിക്കയിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ. അവരെ വരെയും നമുക്ക് കാണാൻ പറ്റി. എൻ്റെ കുടുംബക്കാർ തന്നെ പലരും ഉണ്ട്. അവരെയൊക്കെ കണ്ട് സന്തോഷത്തിൽ പൊങ്കാലയിട്ട് പോകും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.